നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞു. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് ശേഷമായിരുന്നു പ്രതിഷേധം. ചടങ്ങിൽ RSSഉം സംഘപരിവാറും രാജ്യത്തിൻ്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നുവെന്നും നാം ജാഗ്രതയോടെ കഴിയണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. BJPക്കും RSSനുമെതിരെയുള്ള പരാമർശം പിൻവലിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. തുഷാർ ഗാന്ധിക്ക് പിന്തുണയറിയിച്ച് ചില കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധിജിക്കും തുഷാർ ഗാന്ധിക്കും ജയ് വിളിച്ച് രംഗത്തെത്തി. RSS മുർദാബാദ് എന്നും ഗാന്ധിജി സിന്ദാബാദും എന്നും എഴുതിയ മുദ്രാവാക്യം മുഴക്കിയ തുഷാർ ഗാന്ധി പ്രതിഷേധക്കാരെ വകവെക്കാതെ കാറിൽ കയറി പോവുകയായിരുന്നു. കാറിന് മുന്നിൽ നിന്നടക്കം RSS BJP പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. തുഷാർ ഗാന്ധിയെ BJP RSS പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധവുമായി നേതാക്കൾ. കേരളത്തിന് അപമാനകരമായ സംഭവമാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ഹീനമായ നടപടിക്ക് കേരളത്തിൻ്റെ മതേതര മനസ്സ് മാപ്പ് നൽകില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പറഞ്ഞു. ഗോഡ്സെയുടെ പ്രേതമാണ് BJPയെയും RSSനെയും ബാധിച്ചിരിക്കുന്നതെന്നും ഗാന്ധിജിയെ തമസ്കരിച്ച് ഗോഡ്സെയെ വാഴ്ത്തുന്ന വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ മതേതര മണ്ണിൽ സ്ഥാനമില്ലെന്നും K സുധാകരൻ കൂട്ടിച്ചേർത്തു. സംഘപരിവാർ നടപടിക്ക് നീതീകരണമില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുമെന്ന RSS BJP അജണ്ട കേരളത്തിൽ ബലപ്പോവില്ലെന്നും എന്നാൽ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ ചെറുവിരൽ അനക്കാത്ത പോലീസ് നടപടി അത്ഭുതപ്പെടുത്തുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ധിക്കാരവും മാപ്പില്ലാത്ത കുറ്റവുമാണിതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ദില്ലിയിലെ കേരള ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറും കേരളത്തിൻ്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസും പങ്കെടുത്തു. വയനാട് ദുരന്ത സഹായവും വിഴിഞ്ഞവുമൊക്കെ ചർച്ചയായെങ്കിലും ആശാവർക്കർമാരുടെ പ്രതിസന്ധി മുഖ്യമന്ത്രി ഉന്നയിച്ചില്ലെന്നാണ് വിവരം. വയനാട്ടിലെ ദുരന്ത സഹായ വായ്പയുടെ കാലാവധി നീട്ടണമെന്നും ദുരന്ത സഹായം പൂർണ്ണമായും ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനും കേന്ദ്രത്തിൻ്റെ കൂടുതൽ ഇടപെടൽ തേടിയെന്നും ഉപാധികളില്ലാതെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്നും ആവശ്യം മുൻപോട്ട് വെച്ചെന്നാണ് വിവരം. 1925 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും നടത്തിയ സമാഗമം ഒരു ജനതയുടെ ആകെ ഭാഗ്യമായി മാറുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അന്ന് നേരിനെ കൈപിടിച്ചണച്ച ആധുനിക കേരളത്തെയും ഇന്ത്യ